സ്റ്റോറി ഓഫ് ആമി എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പോൾ നെന്മാറ വേലയായില്ലേ, അപ്പോൾ നമുക്ക് നെന്മാറ വേലയ്ക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. നെന്മാറ വേലയ്ക്ക് പോയ ഞങ്ങൾ കണ്ട കാഴ്ച നല്ല തിരക്കായിരുന്നു. അപ്പോൾ വണ്ടി പകുതി ദൂരം പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നടക്കുകയും അപ്പോൾ നടന്നുകൊണ്ടിരിക്കും. അമ്മാതിരി നടത്തായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ ഇനി ഒന്ന് നടക്കണ വീഡിയോ എടുത്തിരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എടുത്തു തന്നാണ്. ഇതാ വൈറ്റ് കളർ ഇട്ടിരിക്കുന്നതാണ് എൻ്റെ കസിൻ. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും വീഡിയോസൊക്കെ വേണം പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വീണ്ടും തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട ഞങ്ങൾ കണ്ടു അപ്പുറത്തെ അമ്പലത്തിൽ പോയി എന്തോരു വെയിലാണ്. അപ്പോൾ അവിടേക്കുള്ള പടക്കങ്ങളാണ് കണ്ടത്. പിന്നെ നമ്മുടെ അവിടെ നെന്മാറ പടക്കം കാണാനാണ് ഞാനിവിടെ കാത്തിരിക്കുന്നത്. ഏറ്റവും അടുത്ത് പടക്കം കാണാൻ പറഞ്ഞിട്ട് വന്ന കേട്ടോ ഞങ്ങൾ സാമ്പിൾ എന്നാണ് പറയുന്നത്. വീണ്ടും അവിടെ പടക്കം കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ ഞങ്ങൾ കുറച്ച് നേരം നിന്നത് നടക്കാൻ പറ്റും. റെഡ് കളർ ഇതാണ്. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത് പടപടയെന്ന് പടക്കം. പടക്കം പൊട്ടലൊക്കെ അവസാനിച്ചിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങളൊരു സ്ഥലത്തോട്ട് മാറി. അപ്പം എനിക്ക് പട്ടിച്ചോ കടിക്കാൻ തോന്നി. അപ്പം ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞിപ്പോൾ കാണുന്ന ക്ഷേത്രമാണ് നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്ന ബസ് സ്റ്റോപ്പ് എത്തിയതും കണ്ട ഹൽവ കടകളും പിന്നെ അവിടെ നിന്നുള്ള എന്തൊക്കെയോ കടകളുണ്ടായിരുന്നു. ഭക്ഷണത്തെ പറ്റിയായിരുന്നു. അപ്പം മറന്നു വരുമ്പോൾ എനിക്കതാണ് ഭക്ഷണം കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളുടെ കളി കണ്ണൊക്കെ എവിടെയൊക്കെ പോയി മറിയുന്നത് ഞങ്ങൾക്ക് കൂടി അറിയുന്നില്ല. അത്രയും കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കടയും നോക്കി പോകുന്നുണ്ടെല്ലാം ടാറ്റു കട കണ്ടത് കേട്ടോ. എനിക്ക് പക്ഷേ എടുക്കാൻ സാധിച്ചില്ല. എനിക്ക് ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നല്ല തിരക്കായതുകൊണ്ട് ആൾക്കാരൊന്നും തോന്നുന്നു നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊക്കെ നെന്മാറയാണ് കേട്ടോ. നെന്മാറ പന്തലാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെന്നെ കണ്ടൊന്ന് ആസ്വദിക്കേ. അതന്നെ കുറേ നേരം ദൈവങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. വലിയതിലെ പക്ഷെ ലൈറ്റിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ മനസ്സിലായില്ല. ലൈറ്റ് ചെയ്തൊന്നും പറഞ്ഞിട്ട് തരിക. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ റിഫ്ലക്ഷൻ കാണുന്നത് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തുള്ള കുളത്തിൻ്റെ റിഫ്ലക്ഷൻ കേട്ടോ.
ശിവന്റെ മുഖം മുരുകൻ അതല്ല ലൈറ്റിങ് മാറി കണ്ട വായ ശരിയായില്ല. ദുർഗാദേവി കൃഷ്ണ അതാണ് തങ്കവലി വേലു ആ പാട്ടാണ്. ഇപ്പം നിങ്ങൾ കാണാണ് നമ്മുടെ സ്വന്തം വല്ലങ്ങി പന്തൽ. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.